റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. 36-കാരിയായ ഗ്രേസ് ഡേവിഡ്സൺ ഗർഭപാത്രമില്ലാതെയാണ് ജനിച്ചത്. 2023 അവരുടെ സഹോദരിയുടെ ഗർഭപാത്രം അവർക്ക് ലഭിച്ചു. അന്ന് UK-യിലെ ഒരേയൊരു വിജയകരമായ ഗർഭപാത്രം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയായിരുന്നു അത്. ആ പയനീറിംഗ് ശസ്ത്രക്രിയയ്ക്ക് 2 വർഷത്തിന് ശേഷം ഫെബ്രുവരിയിൽ ഗ്രേസ് തന്റെ ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകി. ഗർഭപാത്രം ദാനം ചെയ്ത ഗ്രേസിന്റെ സഹോദരിയുടെ പേരാണ് അവരും ഭർത്താവ് ആംഗസും തങ്ങളുടെ മകൾക്ക് ആമി എന്ന് പേരിട്ടിരിക്കുന്നത്. 2 കിലോയിൽ കൂടുതൽ ഭാരമുള്ള കുഞ്ഞ് ആമിയെ ആദ്യമായി കയ്യിലെടുക്കുന്നത് അവിശ്വസനീയവും അതിശയകരവുമായിരുന്നു എന്ന് പുതിയ അമ്മ ഗ്രേസ് പറയുന്നു. ദാനം ചെയ്ത ഗർഭപാത്രം ഉപയോഗിച്ച് UK-യിൽ ജനിച്ച ആദ്യത്തെ അദ്ഭുത പെൺകുട്ടി കൂടെയാണ് ആമി. വടക്കൻ ലണ്ടനിൽ താമസിക്കുന്ന ഗ്രേസും ആംഗസും സ്കോട്ട്ലൻഡിൽ നിന്നുള്ളവരാണ്. മാറ്റിവെക്കപ്പെട്ട ഗർഭപാത്രം ഉപയോഗിച്ച് രണ്ടാമത്തെ കുട്ടിയുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. ആദ്യം അജ്ഞാതയായി തുടരാനാണ് ദമ്പതികൾ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ കുഞ്ഞ് സുരക്ഷിതമായി ജനിച്ചതിന് ശേഷം ആമി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. ഗ്രേസിന്റെ ഗർഭപാത്രം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മരിച്ച ദാതാക്കളെ ഉപയോഗിച്ച് 3 ഗർഭപാത്രം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കൂടി നടത്താനാണ് ആശുപത്രി സംഘം ആലോചിക്കുന്നത്. ക്ലിനിക്കൽ പരീക്ഷണത്തിന്റെ ഭാഗമായി ആകെ 15 എണ്ണം നടത്താനാണ് അവർ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ മാസം ബിൻ തൊഴിലാളികൾ പണിമുടക്കിയതിനെ തുടർന്ന് ബർമിംഗ്ഹാമിൽ അടിഞ്ഞുകൂടിയ മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്യാൻ ലിച്ച്ഫീൽഡ് ഡിസ്ട്രിക്ട് കൌൺസിൽ ഇടപെട്ട് സഹായിക്കുമെന്ന് അറിയിപ്പ്. ബുധനാഴ്ച മുതൽ ആഴ്ചയിൽ ഏകദേശം 1000 ടൺ വർദ്ധിച്ചു വരുന്ന മാലിന്യ കൂമ്പാരം പരിഹരിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നഗരത്തിലേക്ക് സംഘങ്ങളെ അയക്കുമെന്ന് ലിച്ച്ഫീൽഡ് കൌൺസിൽ നേതാവ് ഡഗ് പുള്ളൻ പറഞ്ഞു. വാണിജ്യ നിരക്കിലാണ് പിന്തുണ നൽകുക. അതായത് ലിച്ച്ഫീൽഡ് നികുതിദായകർ ബിൽ വഹിക്കേണ്ടതില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബർമിംഗ്ഹാം സിറ്റി കൌൺസിലും യുണൈറ്റഡ് യൂണിയനും തമ്മിലുള്ള ചർച്ചകൾ തിങ്കളാഴ്ച വീണ്ടും തകർന്നു. എന്നിരുന്നാലും യൂണിയൻ അവയെ ഉൽപാദനക്ഷമം എന്ന് വിശേഷിപ്പിച്ചു. ലിച്ച്ഫീൽഡ് ജീവനക്കാർ തെരുവുകളിൽ നിന്ന് മാലിന്യങ്ങളുടെ കുന്നുകൾ നീക്കം ചെയ്യുമെന്ന് പുല്ലൻ പറഞ്ഞു. പതിവ് മാലിന്യ ശേഖരണം നടത്താനല്ല, മറിച്ച് ബർമിംഗ്ഹാമിലെ തെരുവുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ശേഖരിക്കാത്ത മാലിന്യങ്ങളുടെ കുന്നുകൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നതിനാണ് ഞങ്ങളുടെ ജീവനക്കാരെയും വാഹനങ്ങളെയും വിന്യസിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നഗരത്തിൽ ഇപ്പോൾ ആഴ്ചയിൽ ഏകദേശം 1000 ടൺ മാലിന്യം അടിഞ്ഞുകൂടുന്നത് അതിശയിപ്പിക്കുന്ന തോതിൽ കാണപ്പെടുന്നു. എന്നിരുന്നാലും പുല്ലന്റെ കൺസർവേറ്റീവ് നയിക്കുന്ന കൌൺസിൽ ബർമിംഗ്ഹാമിലെ ലേബർ നേതൃത്വത്തിലുള്ള അധികാരത്തെ വിമർശിച്ചു. അത് ലേബറിന്റെ കുഴപ്പങ്ങൾ പരിഹരിക്കുകയാണ് എന്ന് കൂട്ടിച്ചേർത്തു. നല്ല ഒരു അയൽക്കാരൻ എന്ന നിലയിൽ ഞങ്ങൾ അഭിമാനിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ആദ്യത്തെ കടമ ലിച്ച്ഫീൽഡ് ജില്ലയോടാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറ്റലിയിൽ സംസ്ഥാന സന്ദർശനത്തിനായി എത്തിയ ചാൾസ് രാജാവും കാമില രാജ്ഞിയും തങ്ങളുടെ 20ാം വിവാഹ വാർഷികം പ്രമാണിച്ചുള്ള പുതിയ ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. റോമിലെ ബ്രിട്ടീഷ് അംബാസിഡറുടെ വസതിയായ വില്ല വോൾക്കോൺസ്കിയുടെ പൂന്തോട്ടങ്ങളിൽ നിലനിൽക്കുന്ന പ്രണയത്തിന്റെ പ്രതീകമായ ലില്ലി ഓഫ് ദി വാലി ബ്രൂച്ച് ധരിച്ച രാജ്ഞിയുമായി അവർ ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്തു. ഈ യാത്ര ഒരു ചരിത്രപരമായ നിമിഷത്തിലായിരുന്നുവെന്നും അത്തരം മൃദുലമായ രാജകീയ സന്ദർശനങ്ങൾക്ക് അദൃശ്യമെങ്കിലും വിലമതിക്കാനാവാത്ത സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും അംബാസിഡർ ലോർഡ് ലെവലിൻ പറഞ്ഞു. അന്താരാഷ്ട്ര അനിശ്ചിതത്വത്തിന്റെ സമയത്ത് ബ്രെക്സിറ്റിന് ശേഷമുള്ള യൂറോപ്യൻ സഖ്യകക്ഷികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള UK-യുടെ പുനഃസജ്ജീകരണത്തിന്റെ ഭാഗമാണ് ഈ സന്ദർശനമെന്നും കൂട്ടിച്ചേർക്കപ്പെട്ടു. ലേബർ ഗവൺമെന്റ് അധികാരത്തിലെത്തിയതിന് പിന്നാലെ ചാൻസലർ റേച്ചൽ റീവ്സ് അവതരിപ്പിച്ച ബഡ്ജറ്റ് രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു. ഇതിന്റെ ആഘാതം ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ബഡ്ജറ്റിന് ശേഷം ഓരോ 9 മിനിറ്റിലും ഒരു ജോലിക്കാരെ വീതം എംപ്ലോയർ ലേ ഓഫ് നൽകി പറഞ്ഞുവിടുന്നതായാണ് പുതിയ കണ്ടെത്തൽ. ലേബർ ഗവൺമെന്റ് സമ്പദ്ഘടനയെ അക്ഷരാർത്ഥത്തിൽ തകർക്കുകയാണ് ചെയ്തതെന്നാണ് ആരോപണം. എംപ്ലോയർമാരുടെ നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ വർദ്ധിപ്പിച്ച് 25 ബില്യൺ പൗണ്ട് സ്വരൂപിക്കാനുള്ള ഗവൺമെന്റ് പദ്ധതി വരും മാസങ്ങളിൽ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ നഷ്ടമാകാൻ കാരണമാകുമെന്നാണ് ബിസിനസ് മേധാവികളുടെ മുന്നറിയിപ്പും. ഈ വർഷം തൊഴിലില്ലായ്മ 1.6 മില്യണിൽ തൊടുമെന്നാണ് ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി പ്രതീക്ഷിക്കുന്നത്. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 1,60,000 എന്ന നിരക്കിലും ഏറെ കൂടുതലാണ് ഇത്. ഒക്ടോബർ ബഡ്ജറ്റിന് ശേഷമുള്ള 5 മാസത്തിൽ 25,000 തൊഴിലുകൾ നഷ്ടമായെന്നാണ് കമ്പനി പ്രഖ്യാപനങ്ങൾ പരിശോധിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത് പ്രകാരം ഓരോ 9 മിനിറ്റിലും ഒരു ജോലി നഷ്ടമായിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ പുതിയ താരിഫ് യുദ്ധത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന ബ്രിട്ടീഷ് വ്യവസായത്തെ പിന്തുണയ്ക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ. ഏതൊക്കെ രീതിയിലുള്ള സഹായ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കാൻ പദ്ധതിയിടുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിവിധ വകുപ്പുകളിലെ സെക്രട്ടറിമാർ പ്രഖ്യാപിക്കുമെന്നും കീർ സ്റ്റാർമർ പറഞ്ഞു. ബ്രിട്ടനിലെ വാഹന വിപണി ഇലക്ട്രിക് ആയി മാറുന്നതിന് വ്യവസായത്തിന് കൂടുതൽ സമയം നൽകും. ഹൈബ്രിഡ് കാറുകളുടെ വിൽപ്പന 2035 വരെ തുടരുകയും ചെയ്യും. US-ന്റെ പുതിയ വ്യാപാര നയം ലോകമൊട്ടാകെ സാമ്പത്തിക മാന്ദ്യത്തിന് വഴിവെക്കുമെന്ന ആശങ്ക ശക്തവുമാണ്. നിലവിൽ US-മായി ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാനാണ് UK-യുടെ ശ്രമം. കയറ്റുമതിയിലെ 10% താരിഫ് നീക്കം ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ US-മായി ചർച്ച തുടരുമെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ് അഭിപ്രായപ്പെട്ടു. ഇനി നാട്ടിലെ വാർത്തകൾ.
ആരോഗ്യവകുപ്പിലെ സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസം. ശമ്പളം കൊടുക്കാനുള്ള തുക പാസാക്കി 41 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവുമിറക്കി. ഇതോടെ ജീവനക്കാർക്ക് ശമ്പളം ഉടൻ കിട്ടിത്തുടങ്ങും. ശമ്പളം ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഭരണാനുകൂല സംഘടനയിലെ NGO ധനകാര്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലെ ICDS സൂപ്പർവൈസർമാരുടെ ശമ്പളമായിരുന്നു മുടങ്ങിയത്. പദ്ധതിക്ക് ബഡ്ജറ്റിൽ പണം നീക്കിവെക്കാത്തതായിരുന്നു ശമ്പളം കിട്ടാതിരിക്കാൻ കാരണം. അംഗനവാടികളുടെ സർക്കാർ ചുമതലയുള്ള 1276 വനിതാ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുടങ്ങിയിട്ടും ആരോഗ്യവകുപ്പ് ഇടപെടുന്നില്ലെന്ന ആക്ഷേപവും ഉണ്ടായിരുന്നു. ആശാവർക്കർമാരുടെ വേതന പരിഷ്കരണത്തിനുള്ള കമ്മിറ്റിയുമായി സർക്കാർ മുന്നോട്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഒരു IAS ഓഫീസറായിരിക്കും കമ്മിറ്റിയുടെ ചുമതല വഹിക്കുകയെന്നും ഒരു വിഭാഗം ആശാവർക്കർമാർ നടത്തുന്ന സമരം അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് സർക്കാരിനുള്ളതെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചു. ഞാൻ നടത്തിയ 3 യോഗത്തിലും മറ്റ് 2 യോഗത്തിലും സമരം അവസാനിപ്പിക്കണമെന്നാണ് സർക്കാർ അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വേതന പരിഷ്കരണത്തിന് കമ്മിറ്റിയെ നിയോഗിക്കണമെന്നത് കമ്മിറ്റിയിലെടുത്ത തീരുമാനമാണ്. ആ തീരുമാനവുമായി മുന്നോട്ടു പോകും. കമ്മിറ്റിയിൽ ആരോഗ്യവകുപ്പിന് പുറമെ ധനകാര്യ വകുപ്പിന്റെയും തൊഴിൽ വകുപ്പിന്റെയും പ്രതിനിധികളുണ്ടാകും. തൊഴിൽ വകുപ്പ് മന്ത്രിയെ കണ്ട് അവർ എന്താണ് സംസാരിച്ചതെന്ന് അറിയില്ല എന്നും വീണ ജോർജ് വ്യക്തമാക്കി. ആശമാരുമായി ഇനി ചർച്ചയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയാണ്: ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അതിന് ഒരു മുൻവിധിയുമില്ല എന്നായിരുന്നു. ആശാവർക്കർമാരുമായി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ധനവകുപ്പും തൊഴിൽ വകുപ്പും ചേർന്ന് നടത്തിയ യോഗത്തിലാണ് കമ്മിറ്റിയെ നിയോഗിക്കാൻ തീരുമാനിച്ചത്. ഇത് അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു ആശാവർക്കർമാരുടെ നിലപാടെന്നും വീണ ജോർജ് വ്യക്തമാക്കി. വിവാദ പെരുമഴയിൽ മുങ്ങി നിൽക്കുന്ന എമ്പുരാൻ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മുൻ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് എമ്പുരാനെതിരെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എമ്പുരാൻ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന സന്ദേശം എന്താണ് എന്ന് ഫേസ്ബുക്കിൽ പങ്കിട്ട കുറിപ്പിലൂടെ അദ്ദേഹം ചോദിച്ചു. ആരവങ്ങൾ കെട്ടടങ്ങി തുടങ്ങിയപ്പോൾ അനുബന്ധ നാടകങ്ങളുമായി കേന്ദ്ര ഏജൻസികൾ എമ്പുരാൻ പടച്ചവർക്കെതിരെ വട്ടമിട്ട് പറക്കുന്നു. ഇതിനിടെ നമ്മൾ പറയാനോ ചർച്ച ചെയ്യാനോ വിട്ടുപോയ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പറയണമെന്ന് തോന്നുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റിൽ നേടിയ ഗോളിൽ ജംഷഡ്പൂർ FCയെ തോൽപ്പിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫൈനലിൽ. 94-ാം മിനിറ്റിൽ ലാലങ് മാവിയെ റാൾട്ടെ ഉതിർത്ത തകർപ്പൻ ലോങ് റേഞ്ചാണ് കൊൽക്കത്തൻ ക്ലബിനെ മറ്റൊരു കലാശക്കളിയിലേക്ക് എത്തിച്ചത്. സ്വന്തം തട്ടകമായ സാറ്റ്ലേക്ക് സ്റ്റേഡിയത്തിൽ എതിരില്ലാത്ത 2 ഗോളിനായിരുന്നു ജയം. ലയണൽ മെസ്സി അമേരിക്കയിൽ ചരിത്രം തിരുത്തിയെഴുതുന്നത് തുടരുന്നു. ഇന്റർ മിയാമിയിൽ വെറും 29 MLS മത്സരങ്ങളിൽ നിന്ന് മയാമിയുടെ എക്കാലത്തെ മികച്ച ഗോൾ കോൺട്രിബ്യൂഷൻ റെക്കോർഡ് മെസ്സി തകർത്തു. ഏപ്രിൽ 6 ഞായറാഴ്ച ടൊറന്റോയ്ക്കെതിരായ ഇന്റർ മിയാമിയുടെ 1-1 സമനിലയിൽ ഒരു ഗോൾ നേടിയതോടെ അർജന്റീനിയൻ ഇതിഹാസം 44 ഗോൾ സംഭാവനകൾ മയാമിക്കായി നേടി. ഇത് MLSL ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ സംഭാവനകൾ നൽകിയ ആളാക്കി മെസ്സിയെ മാറ്റുകയും ചെയ്തു. 2023 വേനൽക്കാലത്ത് പാരീസ് സെന്റ് ജർമനിയിൽ നിന്ന് എത്തിയതിനു ശേഷമുള്ള മെസ്സിയുടെ 24ാമത്തെ MLS ഗോളായിരുന്നു ഇന്നലെ മെസ്സി നേടിയത്. 20 അസിസ്റ്റുകൾ കൂടി മെസ്സിക്ക് ഉണ്ട്. 43 ഗോൾ സംഭാവനകൾ എന്ന മുൻ റെക്കോർഡ് മെസ്സിയുടെ മുൻ അർജന്റീന സഹതാരം ഗോൺസാലോ ഹിഗ്വയിനിന്റെ പേരിലായിരുന്നു. 2020 മുതൽ 2023 വരെ ഇന്റർ മിയാമിയിൽ 2 വർഷം ഹിഗ്വയിൻ മയാമിക്ക് ആയി കളിച്ചിരുന്നു. 109.85 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.